ജയ്സൽമേർ ഫോർട്ടും അതിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ കണ്ടു. എന്നാൽ പിന്നെ ഇനി ഡെസേർട്ട് കാണാൻ പോവാ അല്ലേ? ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഡയറക്റ്റ് പോകുന്നത് സോസ്റ്റലിന്റെ തന്നെ ഡെസേർട്ടിലുള്ള അവരുടെ ഒരു സ്റ്റേയിലാണ്. മെയിൻ ജയ്സൽമേർ ഫോർട്ട് എന്നൊക്കെ ഒരു 45 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കാണ് ഈ സോസ്റ്റലിന്റെ സ്റ്റേ ഉള്ളത്. ഈ സ്റ്റേ ഉള്ളത് സാം ഡെസേർട്ടിലാണ്. അങ്ങനെയാണോ പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല. നിങ്ങൾക്ക് സോസ്റ്റലിൽ തന്നെ ബുക്ക് ചെയ്യണം എന്നില്ല കേട്ടോ. അവിടെ ഇഷ്ടംപോലെ വേറെയും ക്യാമ്പ് സൈറ്റ്സ് ഉണ്ട്. പക്ഷേ വി ബുക്ക് സോസ്റ്റൽ ബിക്കോസ് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണല്ലോ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഒറ്റയ്ക്ക് എന്നല്ല, ഞങ്ങൾ രണ്ടുപേരും ഗേൾസ് ആണ്. അപ്പോൾ വി തോട്ട് ഓക്കെ, സേഫ്റ്റി ഇസ് ഇമ്പോർട്ടൻറ്റ്. വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഈ സൗണ്ടാണ് മൊത്തത്തിൽ കേട്ടത്. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഇത് തന്നെ പോരെ. എല്ലാ മരത്തിൻ്റെ മേലെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ സ്പാരോസ് ആണെന്നാണ് എൻ്റെ നിഗമനം ഉണ്ടായിരുന്നു. സോസ്റ്റൽ നെവർ ഫെയിൽസ് ടു സർപ്രൈസ് മീ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത് വല്ല പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എല്ലാ പ്രോപ്പർട്ടിയും അടിപൊളിയാണ്. ഇവരുടെ തന്നെ മഡ് ഹൗസും അതുപോലെ തന്നെ ടെൻറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ജയ്സൽമേറിന് ഇറങ്ങിയത്. എത്തി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് സൺസെറ്റ് സഫാരി ഉണ്ടായിരുന്നു. ഇത് സോസ്റ്റിൽ തന്നെ നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് തരും. പക്ഷേ ഇറ്റ്സ് നോട്ട് കോംപ്ലിമെൻ്ററി, ഇതെല്ലാം പെയ്ഡ് ആണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും പറയാവേ. ജീപ്പ് സഫാരി വാസ് എക്സ്ട്രീംലി ഗുഡ്. ഞങ്ങൾ കുറേ ചിരിച്ചു. അത്യാവശ്യം ഇങ്ങനെ ഒരു ബമ്പി റോഡല്ല, ഡെസേർട്ടിലൂടെയാണല്ലോ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഈ ചെടികളൊക്കെ കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു ഇത് മരുഭൂമിയൊന്നും അല്ല എന്നൊക്കെ. എന്നെക്കാൾ കൂടുതൽ ഈ ഒരു ഡെസേർട്ട് പ്ലേസ് കാണാൻ ആഗ്രഹിച്ചു വന്നത് സുപ്രിയാണ്. ഇത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് വന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. സ്ഥലം കാണുന്നതും ആൾക്കാരെ പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് എന്നും ഇഷ്ടമുള്ള കാര്യമാണ്. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യലൈസ് ഡെസേർട്ട് ആയ പോലെ തോന്നി. ബട്ട് ഓൾസോ ഫെൽറ്റ് ദാറ്റ് എത്ര പ്രിവിലേജ് ആയിട്ടാണ് ഞാനൊക്കെ വളർന്നത് എന്നുള്ളത്. अब बोलो ये क्या है? ഐ സെഡ് ആം പ്രിവിലേജ്ഡ് എന്ന നേരത്തെ. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ക്യാമൽ സഫാരിക്കും ആക്ടിവിറ്റീസിനൊക്കെ എല്ലാം കുട്ടികളാണത് നോക്കുന്നത്. ഞാനപ്പോൾ അതിലൊരു പെൺകുട്ടീനോട് ഞാൻ ചോദിച്ചു, ഈ ഫോട്ടോ എടുത്ത പെൺകുട്ടീനോട്, നിങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോയെന്ന്. അവരാരും സ്കൂളിൽ പോലും പോകുന്നില്ല. ബേസിക് റൈറ്റ്സ് പോലും കിട്ടാതെ അവർ ഈ പുറം ലോകം കാണാതെ ഇവിടെ തന്നെ ജീവിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തോ. ഇതൊക്കെ കണ്ടപ്പോഴും അതുപോലെ തന്നെ ഇവരുടെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും കേരളത്തിലെ റൂറൽ ഏരിയാസിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നി എനിക്ക്. സ്കൈ വാസ് ലിറ്റിൽ ക്ലൗഡി ദാറ്റ് ഡേ. അതുകൊണ്ട് തന്നെ സൺസെറ്റ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് ഞങ്ങൾ സൺസെറ്റ് കണ്ടുകൊണ്ട് തിരിച്ചു വന്നു. സൺസെറ്റ് ഡെസേർട്ട് സഫാരി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ലോഡ് മണ്ണും കൊണ്ടാണ് തിരിച്ചു വന്നത്. കുളിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇനി കുളിച്ചേ പറ്റൂ. ഭീകര വെൽക്കമിങ് ഒക്കെ ആയിരുന്നു തിരിച്ചു വന്നപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്വിക്കായി പോയി ഫ്രഷായി. കാരണം ഈവനിങ് നമുക്ക് ഫോക്ക് ഡാൻസ് ഷോയും അങ്ങനത്തെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസും ഉണ്ട്. ഫ്രഷൊക്കെ ആയി വന്നപ്പോഴേക്കും നല്ല ചുടുചുട ചായയും അതുപോലെ തന്നെ നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ കുറേ കഴിച്ചു. ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ. ഇവിടെയാണ് ഇവർ സ്നാക്സും ഡിന്നറൊക്കെ സെർവ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോയത് ഈ കൾച്ചറൽ ഫോക്ക് ഷോ ഒക്കെ നടക്കുന്ന ഈ ഒരു ഏരിയയിലേക്കാണ്. ഇത് ഹോസ്റ്റലിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നല്ല രസമായിരുന്നു ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കേട്ടോ. ഒരു 3-4 ലെവൽസിലെ ഫ്ലോർ സിറ്റിംഗ് ഒക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ മെത്തയൊക്കെ ഇട്ടിട്ടുണ്ട് വിത്ത് പില്ലോസ്. ആദ്യമേ ഇവിടെ വന്ന് നോക്കിയിരുന്നെങ്കിൽ സ്നാക്സ് ഒക്കെ എടുത്ത് നമുക്ക് ഇവിടെ വന്നിരിക്കായിരുന്നു. ഒരു കുഞ്ഞു ടേബിളും നമ്മൾ ഇരിക്കുന്നതിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. വിന്റർ ഒക്കെ ഏകദേശം കഴിയാൻ നേരത്താണ് ഞങ്ങൾ പോയതെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത് ഈ നാട്ടിലെ തന്നെ ലോക്കൽ ആർട്ടിസൻസ് ആണ്. അവർക്ക് ഇതാണ് അവരുടെ ഒരു ടൈപ്പ് ഓഫ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസും അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഉദയ്പൂരിൽ ഞാൻ ഫോക്ക് ഷോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ്. ബട്ട് ദിസ് വാസ് ഓൾസോ ഗുഡ്. അവരുടെ കൾച്ചറൽ പെർഫോമൻസ് ആണ്. സോ യാ, അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. ദുബായിലെ ഫ്രണ്ട് അയക്കുന്ന പോസ്റ്റ് കാർഡിലാണ് ഉണ്ടാവാറുണ്ട്. വി സ്റ്റാർട്ടഡ് അവർ ഡേ 2 വളരെ നേരത്തെ. ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ചുമ്മാ നടന്ന് സൺറൈസ് കാണാനുള്ള പ്ലാനായിരുന്നു.
ഹോസ്റ്റലിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വി തോട്ട് ഓക്കെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് സൺറൈസ് കാണാൻ പോവാമെന്ന്. നടന്നു പോവാനായിട്ടായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഞങ്ങളുടെ പ്ലാനൊക്കെ ഇയാൾ തെറ്റിച്ചു. ഇന്നലെ ഞങ്ങൾ ക്യാമൽ റൈഡിന് കയറാത്തത് പോലും ഈ ക്യാമൽ റൈഡിനൊക്കെ കയറുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കയറാത്തത്. പക്ഷെ ഇന്ന് ഞങ്ങൾ രാവിലെ പുള്ളി പേടിപ്പിച്ചു, അവിടെ ഒറ്റയ്ക്കൊന്നും പോകരുത്, അവിടെ സ്നേക്സ് ഉണ്ടാവും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഈ റൈഡിൽ കയറി. അപ്പൊ ഇത് ഇതിന്റെ കാലിലൊക്കെ ഇതാവില്ലേ? ഇത് ബോറാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ബിയർ ബോട്ടിൽസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പൊട്ടിയിരിക്കുന്നത് കണ്ടത്. അതെന്തുകൊണ്ട് അവരിങ്ങനെ ഇടുന്നില്ല? ആൾക്കാരുടെ കാലിലൊക്കെ കയറില്ലേ, എസ്പെഷ്യലി ക്യാമൽസിന്റെ ഒക്കെ. സൺറൈസ് കാണുന്നതിന്റെ സന്തോഷത്തിന്റെ ഒപ്പം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു, അയ്യോ ഇത്രയും വെയിറ്റ് ഒക്കെ ക്യാമൽ എങ്ങനെയാണ് സഹിക്കുന്നത് എന്നൊക്കെ. ഈ പുള്ളി കുറേയും കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ സൺറൈസ് കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈ ജസ്റ്റ് കണ്ട സമയത്ത് വി സെഡ് ഇവിടെ തന്നെ മതി, ഞങ്ങൾ ഇവിടുന്ന് സൺറൈസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം, വീണ്ടും കുറേ ദൂരം ഉള്ളിലേക്ക് പോകണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി നടന്നു. രാത്രി നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോഴും ഡെസേർട്ടിന്റെ ആ മണ്ണിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ വെച്ച് ഒരു ഫ്രെയിമിൽ കാണാൻ നല്ല കോമഡി ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഫ്രണ്ട് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്, ഓക്കെ ഇതെന്തായാലും എടുക്കാമെന്നൊക്കെ. അങ്ങനെ അതിരാവിലെ സൺറൈസ് ഒക്കെ കണ്ട് ഞങ്ങളിതേ തിരിച്ചെത്തി. ഞങ്ങൾ ആ കഴിക്കാനിരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണിത്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്കിങ്ങനെ ജയ്സൽമേർ ഡെസേർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ഫ്രെയിം. ചായ കുടിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. വേറെ ഒന്നുമില്ല, ബ്രെഡ് ഓംലേറ്റും മാഗിയും ഒക്കെ. ശരിക്കും നിങ്ങൾക്ക് ഹോസ്റ്റലിന്റെ പാക്കേജിൽ എല്ലാം ഇൻക്ലൂഡഡ് ആക്കാം. അത് കുറച്ച് എക്സ്പെൻസീവ് ആയി തോന്നിയതുകൊണ്ട് വി തോട്ട് ഓഫ് സ്കിപ്പിംഗ് ഇറ്റ്. ഇങ്ങനെ അടുത്തൊരു ചായക്കട ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചില്ല. ഞങ്ങളുടെ ബാക്കപ്പ് പ്രോട്ടീൻ ബാർസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു മൊമെന്റ് കിട്ടിയത്. ഞങ്ങൾ അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ചു, അവരുടെ ഡെയിലി റുട്ടീനിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, അവരുടെ ലൈഫ് സ്റ്റൈലും പണ്ട് എപ്പോഴോ ഭയങ്കര മഴ പെയ്ത് ഫ്ലഡ് വന്നതൊക്കെ. ഞങ്ങളുടെ വീട്ടിന്റെ ചുറ്റും പാടവും പച്ചപ്പൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് പച്ചപ്പും ഹരിതാഭയും കാണണമെങ്കിൽ കേരളത്തിലേക്ക് വരൂ എന്ന ഡയലോഗൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഇതേ ഹോസ്റ്റലിലേക്ക് തിരിച്ച് ഹോസ്റ്റലിലെത്തി പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് അവരുടെ പാക്കേജസ്. സ്റ്റേ പാക്കേജസും ഉണ്ട്, അല്ലാണ്ട് നമുക്ക് ഡേ ഔട്ട് പോലെയും അവർ പ്ലാൻ ചെയ്ത് തരും. ഫ്രം ദെയർ ഞങ്ങൾ നേരെ പോയത് ഒരു ഹോണ്ടഡ് വില്ലേജിലേക്കാണ്. യെസ്, കുൽദാര എന്ന് പേരുള്ള ഒരു അബാൻഡൻ വില്ലേജ് ഉണ്ട്. ജയ്സൽമേറിന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു ഐറ്റത്തിൽ ഒന്നാണ് ഈ ഒരു കുൽദാര വില്ലേജ്. രാത്രിക്ക് രാത്രി ഈ വില്ലേജിലെ എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞുപോയി ബിക്കോസ് ഓഫ് പലതരം ഇഷ്യൂസ് എന്നാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റോറി. ഈ ഒരു പ്ലേസ് ഇത്രയും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആവാൻ വേറൊരു കാരണം നമ്മൾ കുൽദാര വില്ലേജിനെ ഗോസ്റ്റ് ടൗൺ എന്നും കൂടെ പറയുന്നുണ്ട്. അല്ലെങ്കിലും യക്ഷിക്കഥകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണല്ലോ. ഐ ഗെസ് അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആയതെന്ന്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ റീസൺസ് എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈയുടെ ക്ഷാമം, പിന്നൊന്ന് എർത്ത് ക്വേക്ക്, പിന്നെ മൂന്നാമത് പറയുന്നത് ഇവിടെ പണ്ട് ബ്രാഹ്മിൻസ് ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജയ്സൽമേർ സ്റ്റേറ്റിലെ മിനിസ്റ്റർ ആയിട്ടുള്ള സലീം സിംഗിന് ബ്രാഹ്മിൻസിന്റെ ഹെഡ് ആയിട്ടുള്ള മകളെ കല്യാണം കഴിക്കണമെന്നും അത് സമ്മതത്തോടെ ഇല്ലെങ്കിലും കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷമാണ് അവര് രാത്രിക്ക് രാത്രി അവിടുന്ന് പോയതെന്നാണ് കഥകൾ. ഈ വില്ലേജ് അതേപോലെയാണോ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിക്കോസ് കുറച്ചൊക്കെ അവർ പെയിന്റിങ് ലൈക്ക് ആ ഒരു ആർട്ട് വർക്ക്സ് ഒക്കെ അവർ ഈ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. പക്ഷെ കൺസ്ട്രക്ഷൻ ആൻഡ് ഓൾ വെരി ബ്യൂട്ടിഫുൾ. പണ്ടത്തെ ആ ഒരു രീതിയിൽ അവർ കൺസ്ട്രക്ട് ചെയ്തതും അവിടുത്തെ വെതറിന് അനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. രാത്രി തണുപ്പ് നിൽക്കാനുള്ള അവരുടെ കൺസ്ട്രക്ഷൻ ഐഡിയാസ് ഒക്കെ കാണാം. ഞങ്ങളെപ്പോലെ നട്ടുച്ചയ്ക്കാണ് പോകുന്നതെങ്കിൽ പ്ലീസ് ഡു ക്യാരി എ വാട്ടർ ബോട്ടിൽ ആൻഡ് ആൻ അംബ്രല്ല. നല്ല ചൂടാണ്. ദിസ് ഈസ് എ ലാസ്റ്റ് ഡേ ഇൻ ജയ്സൽമേർ. ഞങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് നേരെ ജയ്പൂരിലേക്കാണ് പോകുന്നത്. ജയ്സൽമേർ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു പ്ലേസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും റിച്ച് കൾച്ചറിലുള്ള ആൾക്കാരും വളരെ റോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുന്നതും എത്ര ഡിഫറെൻ്റ് ആയിട്ടാണ് പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ ജീവിക്കുന്നത് എന്നറിയുന്നതുമാണ് ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ജയ്സൽമേർ യു വിൽ ഓൾവേസ് ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. ഓഫ് ടു ജയ്പൂർ. ഇനി ജയ്പൂർ വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വ്ളോഗിലിടാം.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇഫ് യു ഹാവ് എനി സജഷൻസ് പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ മൈ കമൻറ്റ് സെക്ഷൻ.